എന്റെ സ്വന്തം അമ്മയെ എന്നെക്കാളും മിസ് ചെയ്യുന്നത് അപ്പച്ചിയല്ലേ? അതെടാ, എനിക്ക് നാത്തൂനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. എനിക്ക് നാത്തൂനോട് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾക്കതില്ല. എങ്ങനെ സ്നേഹമില്ലാതിരിക്കും? എടാ, ഇവര് രണ്ടുപേരും മറ്റുള്ളവർക്ക് പാര വെച്ച് നടക്കല്ലേ? ആണെങ്കിൽ നന്നായി പോയി. അമ്മയ്ക്ക് എന്താ നഷ്ടം? അപ്പച്ചി റേസാവല്ലേ? BP കൂടിയ പ്രശ്നാവേ. എന്നാലും അമ്മ എങ്ങനെയാ അപ്പച്ചി തനിച്ചാക്കി പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചിലപ്പോ അവിടെ ഈ മൂഡ് ഓഫ് ആയിരിക്കും അല്ലേ മുത്തശ്ശി? എടാ, അത് നിനക്കറിയില്ലേ? വസുമതിക്ക് അവിടെ വഴക്കുണ്ടാക്കാൻ ദുർഗയുണ്ടല്ലോ. അവളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ലേ ഇവളും കൂടി ക്ലാസ് എടുത്ത് അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അമ്മയുടെ ടെൻഷൻ അതാണെന്ന് എനിക്കറിയാം. നാത്തൂൻ അവിടെ ചെന്ന് അവളെ നന്നായി വെള്ളം കുടിപ്പിക്കും. ദുർഗയെ വെള്ളം കുടിപ്പിക്കുന്നവര് സ്വയം വെള്ളം കുടിക്കാതിരുന്നാ മതി. മുത്തശ്ശി ഒന്നും പറയണ്ട. അപ്പച്ചി വിഷമം കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നമ്മള് വേണ്ട ക്ഷമിക്കാനായിട്ട്? അയ്യോ പാവ അപ്പച്ചി. നിർത്ത്, വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അല്ല, നീ ഇത്രക്കങ്ങ് സങ്കടപ്പെടാൻ വസുമതിയോടെ സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ലല്ലോ. ഉടനെ തിരിച്ചു വരില്ലേ? ഒരിടത്തൊന്നും സ്വസ്ഥമായി നിക്കാൻ പോലും സമ്മതിക്കില്ല. വാ അമ്മ, ഇത് അമ്മയ്ക്കുള്ള മുറി. അല്ല മോളെ, ഇവിടെ ഇതിലും നല്ല മുറിയൊന്നും ഇല്ലേ? ഉണ്ട്. അതിലാ കിരണും ദുർഗയും കൂടെ കയ്യേറി താമസിക്കുന്നേ. അവരെ വല്ല സ്റ്റോർ റൂമിലും കിടത്താനുള്ളതിന് പകരം വീട്ടിലെ ഏറ്റവും നല്ല മുറിയൊക്കെയാണോ തുറന്നു കൊടുക്കുന്നേ? ഓ, അതിന് അവരിവിടുത്തെ പൂർണിമ തമ്പുരാട്ടിയുടെ ഗസ്റ്റ് അല്ലേ. ഓ, വീട്ടിലുള്ളവരെക്കാൾ പരിഗണന പൂർണിമയുടെ ഇഷ്ടക്കാർക്കല്ലേ കിട്ടൂ. ആദ്യം ഇവിടുന്ന് ഓടിക്കേണ്ടത് ആ പൂർണിമയാ. കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം, അല്ലാതെ ബാക്കിയുള്ളവന്റെ സമാധാനം കളയാനായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം എന്താ? ഇതൊക്കെ നമുക്ക് വെറുതെ പറയാനല്ലേ പറ്റൂ. ഇത് അവരുടെ വീട്, അവർക്ക് ഇഷ്ടമുള്ളത് അവര് ചെയ്യും. അതൊക്കെ പണ്ട്. ഇത് നിന്റെ വീടാ. നീ ആയിരിക്കണേ ഈ വീട്ടിലെ അവസാനത്തെ വാക്ക്. അതിന് തടസ്സമായിട്ട് വരുന്നത് ആരായാലും അവരിവിടുന്ന് ഓടിക്കണം. ഇപ്പൊ അമ്മ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അമ്മ, ആ കിരണും ദുർഗയും വരുന്നുണ്ട്. നാശങ്ങളും. ചെറിയമ്മ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറേ വർഷങ്ങളായി. നിന്നെയൊക്കെ കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ കരുതി നിൽക്കുമായിരുന്നു. നിനക്കൊക്കെ അത് മതി. ഇനി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഇവളെ നിന്നെ ഇവിടുന്ന് കെട്ടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. അപ്പോ ഇനി ഇവിടെ സ്ഥിരതാമസാക്കണോ? ഡാ, നീ അധികം നെകളിക്കണ്ട. നിങ്ങൾ ഇവിടുന്ന് ഓടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോണോന്ന് തോന്നുമ്പോഴല്ലാതെ ഈ വീടിന്റെ പടി ഇറങ്ങൂന്ന് ആരും കരുതണ്ട. ഓ, നമുക്ക് കാണാം. കാണാം, വാ. ഈ വീട്ടിൽ വന്ന് കയറിയ പിന്നെ ഇവന്റെ അഹങ്കാരം വല്ലാതെ കൂടിയിട്ടുണ്ട്. അല്ല, നമ്മുടെ വീട്ടിൽ വെച്ച് മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെ മടിച്ചു നിന്നവനെ അവൻ. ഇവനിപ്പോ എത്ര ധൈര്യം വന്നത് എവിടുന്നാ? എല്ലാം അവളാ ദുർഗ പറഞ്ഞു പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ആ പൂർണിമയുണ്ടല്ലോ. അവരുടെ ഈ അഹങ്കാരവും കൂട്ടുകെട്ടും എല്ലാം അവസാനിപ്പിക്കണം. അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതെ, പോവാം.